ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ലക്ഷ്യയുടെ ന്യൂ SCERT ബേസ് ചെയ്തിട്ടുള്ള SCERTയുടെ എല്ലാ ചാപ്റ്റേഴ്സും അടങ്ങിയിട്ടുള്ളൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ബുക്ക് പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പം പഠിക്കാൻ കൂടെ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇതിൽ കൂടാം. ഒരു ചലഞ്ച് പോലെ ഓരോ ദിവസവും പറ്റുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യുക. ഇത്ര ഇതൊന്നുമില്ല, പക്ഷെ എല്ലാ ദിവസവും കുറച്ച് ഭാഗം വെച്ച് നമുക്ക് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ 2 ചാപ്റ്ററോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിൽ ആദ്യം 5ാം ക്ലാസ്സിലെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. പീലിയുടെ 5ാം ക്ലാസ് മുതലാണ് തുടങ്ങുന്നത്. 5ാം ക്ലാസ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ 10 വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക്, ലേണിംഗ് റൂമും അതിൽ നിന്നും പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് 5ാം ക്ലാസ്സിലെ പാർട്ട് 1 കൊടുത്തിരിക്കുന്ന പീലിയുടെ ഗ്രാമം, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. നമുക്കറിയാലോ, അതിഥി തൊഴിലാളികൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. മെയിനായിട്ടും അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും കുടുംബമായിട്ട് എത്തുന്നത്. ഇനി ചേരി, എന്താണ് ചേരി? ചേരിക്കൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് ചേരി. വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ചേരി. ചേരികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം, മറ്റടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്ക വ്യവസ്ഥയും സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതങ്ങളാണ്. അപ്പോൾ ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം, മറ്റടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത നമുക്ക് ചേരികളിൽ കാണാൻ പറ്റും. അതേപോലെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പിന്നാക്കാവസ്ഥ, സുരക്ഷിതമില്ലായ്മ ഒക്കെ ഈ ചേരികളിൽ താമസിക്കുന്നവരുടെ പരിമിതികളാണ്. ചേരി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് നമ്മൾ ചേരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചേരിക്കൊരു നിർവചനം പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതാണ് ചേരി. ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി. അപ്പോൾ വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ചരക്കുകൾ വാങ്ങാൻ, സാധനങ്ങൾ വാങ്ങാൻ, കന്നുകാലികളെ വാങ്ങാൻ എന്നിവ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വിൽക്കുന്നതിനോ വേണ്ടിയിട്ട് നമ്മൾ പതിവായിട്ട് ഒത്തുചേരുന്ന ആ ഇടത്തെയാണ് നമ്മൾ വിപണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളായാണ് വിപണിയെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ കാണുന്നത്. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് വിപണിയെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ കാണുന്നത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് വിപണിയാണ്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് ആരാണ്? വിപണിയാണ്. ആഴ്ചച്ചന്തകൾ, തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ഒന്നിച്ചു ചേർക്കുന്ന ഇടമാണ് ആഴ്ചച്ചന്തകൾ. ആഴ്ചച്ചന്തകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ചൊവ്വാഴ്ച ചന്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് വിൽക്കാനുള്ള ഒരു ഇടമായിട്ട് അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ഒന്നിച്ചു ചേർക്കുന്ന ഇടങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ആഴ്ചച്ചന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാരാന്ത വിപണികൾ, വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത മലമ്പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗോത്രജന വിഭാഗങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങൾ, അവരുടെ സാധനങ്ങളുടെ ക്രയവിക്രയത്തിൻ്റെയും സാമൂഹ്യ വ്യവഹാരങ്ങളുടെയും മുഖ്യ സ്ഥാപനങ്ങളാണ് വാരാന്ത വിപണികൾ.
തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ ആവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ ചിലർ എന്താ ഈ കാട്ടിൽ നിന്ന് അങ്ങനെയുള്ള എന്താ ഈ ആയുർവേദ പച്ചമരുന്നുകളൊക്കെ ഈ ഗോത്ര വിഭാഗം ആൾക്കാരൊക്കെ ശേഖരിച്ചിട്ട് അത് ഇടനിലക്കാർക്ക് കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ വിപണിയിലെത്തിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ അപ്പോൾ തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക അല്ലെങ്കിൽ വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായിട്ട് വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ ആവശ്യ വസ്തുക്കൾ വാങ്ങും. എന്നിട്ട് അത് കൊടുത്തിട്ട് അവർ ആവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. അതാണ് വാരാന്ത വിപണികൾ. അപ്പോൾ വിപുലമായി കുടിയേറ്റം നടന്നിട്ടുള്ള ഗോത്ര വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത മലമ്പ്രദേശങ്ങളിൽ സാധനങ്ങളുടെ ക്രയവിക്രയത്തിൻ്റെയും സാമൂഹ്യ വ്യവഹാരങ്ങളുടെയും മുഖ്യ സ്ഥാപനങ്ങളായാണ് വാരാന്ത വിപണികൾ അറിയപ്പെടുന്നത്. എന്താണ് അന്തിച്ചന്തകൾ? എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാകുന്നത്. അന്തിച്ചന്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പച്ചക്കറികൾ വണ്ടികൾ, അതേപോലെ മീൻ വണ്ടികൾ എല്ലാം അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ജോലി കഴിഞ്ഞ് പോകുന്നവരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു നമ്മൾ കാണാറുണ്ടല്ലേ അങ്ങനത്തെ ചന്തകളൊക്കെ. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ കച്ചവടം നടക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങൾ, വൈകുന്നേരങ്ങളിൽ തെരുവുകളിൽ ആണ് അങ്ങനെ അന്തിച്ചന്തകൾ നമ്മൾ കാണുന്നത്. വിദ്യാലയത്തിലൂടെ സാമൂഹീകരണം സാധ്യമാകുന്ന വിധങ്ങൾ. വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള കുട്ടികളുമായുള്ള ഇടപെടൽ. നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എന്തായിരിക്കും, പല സാഹചര്യങ്ങളിൽ നിന്നുള്ള കുട്ടികളായിരിക്കും അതിൽ ഇടപെടുന്നുണ്ടാവുക. പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും പ്രാധാന്യം, തുല്യത ഉറപ്പുവരുത്തൽ, വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം. ഇതൊക്കെയാണ് വിദ്യാലയത്തിലൂടെ സാമൂഹ്യീകരണം സാധ്യമാക്കുന്ന വിധങ്ങൾ. ഇപ്പോൾ ഏതൊക്കെ 4 രീതിയിലാണ് വിദ്യാലയങ്ങളിലൂടെ സാമൂഹ്യീകരണം സാധ്യമാക്കുന്നുണ്ട്. അപ്പോൾ 4 രീതിയിലൂടെ വിദ്യാലയത്തിലൂടെ സാമൂഹ്യീകരണം സാധ്യമാകുന്നുണ്ട്. ഏതൊക്കെയാണ്? വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള കുട്ടികളുമായിട്ടുള്ള ഇടപെടൽ, പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും പ്രാധാന്യം, തുല്യത ഉറപ്പുവരുത്തൽ, വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം, തുല്യത ഉറപ്പുവരുത്തൽ, പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും പ്രാധാന്യം, വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള കുട്ടികളുമായുള്ള ഇടപെടൽ. അപ്പോൾ ഇത്രയാണ് ഈ പീലിയുടെ ഗ്രാമം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്.